ഹലോ, അസ്സാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നല്ല വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിൻ്റെ മണം ഉണ്ടല്ലേ, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ എന്താ പറയുക, നല്ല അടിപൊളി മല്ലി വറുത്തിട്ട് പൊടിച്ചിട്ടോ. ഞാൻ ഇതിൽ ചേർക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. നോമ്പാവുമ്പോൾ എല്ലാവരും ഇപ്പോൾ നോമ്പിനേക്കുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന്, ഞാൻ ഇതിലെന്തൊക്കെ ചേർക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രത്യേകം നമുക്ക് ഇറച്ചി, മീൻ ഇങ്ങനെയുള്ള ഇതിലൊക്കെ കറികളിലൊക്കെ ഇത് മാത്രം ഇട്ടാൽ മതി, വേറൊരു മസാലയെ വേണ്ട കേട്ടോ. ഞാനിവിടെ 2 കിലോ മല്ലിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസമൊക്കെ ഞാൻ മഞ്ഞൾ ഉണ്ടായിന്, അത് കുറച്ച് ശരിയാക്കി ഉണക്കാനും പുഴുങ്ങാനും അങ്ങനെ ഓരോ പണികളായതുകൊണ്ട് കയ്യിലൊക്കെ മഞ്ഞൾ പറ്റിയിട്ട് അത് പോകണില്ല കേട്ടോ. 2 ദിവസം പിടിക്കും പോകാൻ തോന്നുന്നത്. അപ്പോൾ അതാണ് കൈക്ക് ആ ഒരു കളറ്. നിങ്ങൾ വിചാരിക്കണം എൻ്റെ കയ്യിൽ ചളിയാണെന്ന് കേട്ടോ. അപ്പോൾ ഒരു 2 കിലോ മല്ലി ആദ്യം ഞാൻ നല്ല പോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് 2 ദിവസം വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്ത മല്ലി കേട്ടോ. അത് 2 കിലോ മല്ലിയുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് ചേർക്കണമെന്ന് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്ക്. കയ്യിൽ കണ്ട മഞ്ഞൾ ഇതുപോലെ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഇറച്ചിക്കറി, അതുപോലെ ചിക്കൻ്റെ കറി. ഇറച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള കറികൾക്കൊക്കെ അത് മതി. പിന്നെ നമ്മളെ ഗ്രീൻ പീസിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ ചേർക്കണേ കാണിച്ചു തരാം. അതാ ഇത്രയും സാധനങ്ങൾ ഞാൻ മല്ലി പൊടിക്കുന്നതിൽ ചേർക്കുന്ന കേട്ടോ. ഞാൻ സാധാരണ എപ്പോൾ പൊടിക്കുമ്പോഴും ചേർക്കുന്നതാണ്. പട്ട ഒരു പിടി പട്ട എന്നുവെച്ചാൽ കറാമ്പട്ട എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പെരിഞ്ചീരകം ഒരു 2 ടേബിൾ സ്പൂണാണ് കേട്ടോ പെരിഞ്ചീരകം. എന്നുവെച്ചാൽ 2 കിലോ മല്ലിയിലേക്കാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു 1-2 ജാതിപത്രി, പിന്നെ ഒരു 10-15 ഗ്രാമ്പു, പിന്നെ സാജീര ഒരു ടീസ്പൂൺ, ഒരു 10 ഏലക്ക, പിന്നെ 2 അതിൻ്റെ പേര് ഞാൻ മറന്നു, 2 തക്കോലം. അപ്പോൾ എൻ്റെ പേര് ഞാൻ മറന്നായിരുന്നു കേട്ടോ, സോറി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില എന്ന് പറയുമ്പോൾ ഇത് ഇളയ ഇല ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു തണ്ട് എടുത്ത്, പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചുകൂടെ ചേർക്കാന്ന് വെച്ചാൽ എനിക്ക് കറിവേപ്പിലിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്തി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും 2 കിലോയിലേക്ക് ഈ കാണിച്ച കറിവേപ്പില മതി. പക്ഷേ ഇനി വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെയും ചേർക്കാം. ലാസ്റ്റിലത്തെ നമ്മൾ ഒന്നായിട്ട് ഒരുമിച്ച് വറുക്കുകയല്ല കേട്ടോ. കുറേശ്ശെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഗ്യാസ് അടുപ്പമേ വെച്ചിട്ട് ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ട് വറുത്തെടുക്കണേ. അപ്പം ഞാൻ മല്ലി ഉണക്കുന്ന സമയത്ത് തന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ടായി. ഒരു 3-4 കഷ്ണം മഞ്ഞൾ അതിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നാടൻ മഞ്ഞളാട്ടോ ഞാൻ ഇട്ടത്. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ, കഴിഞ്ഞ വർഷത്തെ മഞ്ഞളാട്ടോ. അപ്പം ഈ വർഷം മഞ്ഞൾ പറിക്കുന്നതും വൃത്തിയാക്കണതും പുഴുങ്ങണതും ഉണക്കണതും ഒക്കെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാൽ അന്ന് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം നോമ്പിൻ്റെ പണികളൊക്കെ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അല്ലേ. അപ്പോൾ അത്ര സമയം കിട്ടിയില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ നല്ലോണം തീ കൂട്ടിച്ച് വറക്കണമെങ്കിൽ, തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ വറക്കണമെങ്കിൽ നല്ല പോലെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ചടി കരിഞ്ഞു പോവും. കരിഞ്ഞാൽ മല്ലിൻ്റെ ടേസ്റ്റും മാറും, മണവും മാറും. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ കുറവാണെന്ന് വിചാരിക്കരുത്, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് വറുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം കൂടെ അതുപോലെ തന്നെ കുറേശ്ശെ ഇട്ട് വറുക്കുമ്പോൾ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെയിലത്ത് വെച്ച് വറുത്ത ഉണങ്ങിയതായിരിക്കുമല്ലോ, പിന്നെ വേഗം കഴിയും കേട്ടോ. ഇപ്പോൾ 2ാമത് ഇട്ടപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പട്ട അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതാവണമല്ലോ. മല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഓടിയിട്ട് വേണ്ടേ അത് ചൂടായി വരിക. അത് കരിയാതെ കിട്ടണമെങ്കിൽ നമ്മൾ പട്ട മാത്രം വറക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ മല്ലിൻ്റെ ചൂടും കൂടെ അതിന് കിട്ടിയിട്ട് വേണം അത് ചൂടായി വരാൻ. വറുത്ത് കരിഞ്ഞു പോകരുതല്ലോ. അപ്പം കണ്ടില്ലേ, മല്ലിൻ്റെ കളറ് മാറുന്നുണ്ട്. ആ ഒരു കളറാകുമ്പോൾ വാങ്ങി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. ആ ഒരു മസാല ചവ ഉണ്ടാവില്ല, വേറെ കരിഞ്ഞ ചവ ഉണ്ടാവുക. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഫോളോ ചെയ്താലേ എനിക്ക് വിചാരിച്ച പോലെയുള്ള കറി പൗഡർ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി കിട്ടുള്ളൂ.
അപ്പം ഞാൻ 2-3 പാത്രത്തിലാക്കി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്താ വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് ചൂട് നിന്നിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് പൊട്ടണ പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം ലാസ്റ്റത്തെ വറക്കുകയാണ്. ലാസ്റ്റത്തെ അല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ളത്. അതിലേക്ക് ഞാൻ നമ്മളെ ജാതിപത്രി, ഏലക്ക, പിന്നെ എന്താ പറയുക ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതുപോലെ ഓരോ പ്രാവശ്യവും ഇട്ട് കുറേശ്ശെ വറുത്തെടുക്കുമ്പോൾ ഓരോ സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ലാസ്റ്റത്തെ നമ്മൾ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഈ മുളക്. ഒരു പിടി മുളക് മതി കേട്ടോ. അതിലേക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില വാങ്ങാൻ നേരത്ത് ഇട്ടാലും മതി. കറിവേപ്പിലേൻ്റെ തണ്ടും കൂടെ അതിലേക്ക് മുറിച്ചിട്ട്, എന്താ വെച്ചാൽ ഇളയ കറിവേപ്പിലയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു ടേസ്റ്റാണ് ഇതിന്. എനിക്ക് കറിവേപ്പില എത്ര കറിയിലിട്ടാലും എനിക്ക് മതിയാവില്ല കേട്ടോ, എത്ര ഇട്ടാലും. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് ഇതിലും ഞാൻ കറിവേപ്പില ഇങ്ങനെ ഒരുപാടിടുന്നത്. അങ്ങനെ ഞാൻ ആ മുളക് നല്ല പോലെ ഇതിന് ചൂടായി വന്നപ്പോൾ അത് മാത്രം കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ചൂടുള്ള മല്ലി അതിൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്ത്. എന്താണെന്ന് വെച്ചാൽ ആ മുളക് അതിൻ്റെ അടിയിൽ കിടന്നിട്ട് നല്ലോണം ചൂടായി കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നുവെച്ചാൽ നല്ല പോലെ കരിയാതെ ഞെരിഞ്ഞ് വരണമല്ലോ പൊടിക്കുമ്പോൾ. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എന്നിട്ട് അത് മില്ലിൽ കൊടുത്ത് നല്ല പോലെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്ന മല്ലിപ്പൊടി നിങ്ങളീ കാണുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇത് കൊണ്ടുവന്ന് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇറച്ചിക്കറിയിൽ എന്ന് വെച്ചാൽ ബീഫിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു ബീഫ് മസാല വേണ്ട, ചിക്കൻ കറിയിലുണ്ടെങ്കിൽ വേറൊരു ചിക്കൻ മസാല വേണ്ട. നമ്മൾ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങുന്ന ചിക്കൻ മസാലപ്പൊടി, അതുപോലെ ബീഫിൻ്റെ മസാല പൗഡറുകൾ, ഇതൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മുളകും പൊടിച്ചിട്ടുണ്ടായിരുന്നു. മുളകിൽ പിന്നെ ഞാൻ 2 കഷ്ണം മഞ്ഞളും ഈ എന്താ പറയുക കാശ്മീരി വറ്റൽമുളകും പിന്നെ അല്ലാത്ത സാധാ വറ്റൽമുളകും കൂടെയാണ് പൊടിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.